കാര്യമായ യോഗ്യതയൊന്നുമില്ലെങ്കിലും പാദ്രി പിയോയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ ഈ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ സാധിച്ചു. മലയാളം ഹൃദയത്തിൻ്റെ ഭാഷയാണല്ലോ. അപ്പോൾ മറുനാട്ടിൽ പോയി പാദ്രി പിയോയുടെ നന്മയും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ പള്ളിയിൽ കുർബാന അർപ്പിക്കുവാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഒരു പക്ഷേ പാദ്രി പിയോ അനുവദിച്ച് തന്ന ഒരു അത്ഭുതമായിരിക്കാം ഇതും. മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഡീക്കേഡ് അല്ലാതെ ഇൻകറപ്റ്റായി കാണപ്പെട്ടു. അതുമൊരു അത്ഭുതമായിട്ട് സഭ അംഗീകരിക്കുകയും ചെയ്തു. മരണനേരത്ത് 50 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന സ്റ്റിഗ്മാറ്റ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പാദ്രി പിയോയുടെ ഈ രൂപം സിലിക്കോൺ മാസ്ക് അണിഞ്ഞ രൂപത്തിലുള്ളതാണ്. അതായത് ശരീരത്തിൻ്റെ മീതെ ഒരു ലൈക്ക് സിലിക്കോൺ മാസ്ക് ചേർത്ത് അങ്ങനെയാണിത് ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടിരിക്കുന്നത്. ഏതായാലും മരണത്തിനപ്പുറത്തേക്ക് പോകുന്ന ഒരാളുടെ ജീവനുള്ള ഓർമ്മകളും അനുഗ്രഹവും ഈ രൂപത്തിനടുത്ത് നിൽക്കുമ്പോൾ നമ്മെ ഒന്ന് പൊതിയുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമായി മാറുന്നുണ്ട്. 2002 ജോൺ പോൾ രണ്ടാമന് പാപ്പ പാദ്രി പിയോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന കല്ലറകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ. ഈ കല്ലറക്കരികിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരൊക്കെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ പോലെ ലാളിത്യത്തിൽ, സ്നേഹത്തിൽ, കനിവിൽ ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്നാണ്. ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയാർന്നൊരു ജീവിതം എനിക്കും ദാനമായി ദൈവം തരട്ടെ. നല്ല യാത്ര നേരുന്നു.